പോർട്ട്ഫോളിയോയിലുള്ള കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകളെല്ലാം വിറ്റൊഴിവാക്കണം. US മാർക്കറ്റ് വരെ 80% ഡൗൺ ആകുമെന്നൊക്കെയല്ലേ കേൾക്കുന്നത്. ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളിൽ തുടർന്ന് സ്റ്റോക്ക് മാർക്കറ്റിലെ വലിയ സെൽ ഓഫ് പലരുടെയും പോർട്ട്ഫോളിയോ വലിയ ലോസിലോട്ട് എത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകൾ വിറ്റൊഴിവാക്കണോ, എന്നിട്ട് താഴെ എത്തിയിട്ട് വീണ്ടും വാങ്ങിയാൽ മതിയോ എന്നുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യനെയാണ് ഞാൻ ഇന്ന് അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകളെ വിറ്റ് ഒഴിവാക്കണോ അതോ ഇപ്പോൾ വീണ്ടും ആഡ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന, സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യുന്ന, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആണ്. ഉറപ്പാണ് നിങ്ങളുടെ ബന്ധത്തിലോ നിങ്ങളുടെ റിലേഷനിലോ അത്തരത്തിലുള്ള ആളുകളുണ്ട് എങ്കിൽ ഉറപ്പാണ് അത്തരത്തിലുള്ള ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഫോർവേഡ് ചെയ്യുക. ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ, FIA ഹ്യൂജ് സെല്ലിംഗ് ഇൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് US-ലെ ഇൻഫ്ലേഷനും യൂറോപ്പിലെ ഇൻഫ്ലേഷനും തുടർന്ന് ഫെഡ് റേറ്റ് ഹൈക്ക് ചെയ്യൽ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴത്തെ ക്രാഷിൻ്റെ പിന്നിലുണ്ട്. ഇത് തുടരുമോ ഇല്ലയോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അത് തുടരുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സിക്സ്ത് സെൻസും നമുക്കില്ല. പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകളെ നമുക്ക് വിറ്റൊഴിവാക്കണോ അതോ കൂടുതൽ വിലക്കുറവിൽ കിട്ടുമോ ആഡ് ചെയ്യണമോ അതോ ഇനിയും താഴെ പോകാനായിട്ട് വെയിറ്റ് ചെയ്യണമോ? അപ്പോൾ ചോദിക്കുന്നത് ഇനിയും മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യും എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാത്തിൻ്റെ ആൻസേഴ്സ് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടണിൽ പോവുക, ആ ഒരു വീഡിയോ കാണുക എന്നുള്ളതാണ്. സോ ആദ്യം ഒരു സ്റ്റോക്ക് വിൽക്കേണ്ട സാഹചര്യം എന്താണെന്ന് നോക്കാം. എപ്പോഴാണ് ഒരു സ്റ്റോക്ക് വിൽക്കേണ്ടത്? നമ്മുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളെയും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, ഷോർട്ട് ടൈം ട്രേഡിംഗ് എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മറ്റേതെന്താണ്? അത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും പർപ്പസ്ഫുള്ളിയോ അല്ലെങ്കിൽ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെയുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെ നമുക്ക് ഒരു മേജർ ക്യാപിറ്റൽ നമുക്ക് എല്ലാ ആളുകൾക്കും ഉണ്ടാവും. ഈ ഒരു ഫണ്ട് പെട്ടെന്ന് നമുക്കൊരു ആവശ്യമില്ലാത്ത ഫണ്ടായിരിക്കണം. ഒരു 10 കൊല്ലത്തേക്കോ 5 കൊല്ലത്തേക്കോ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു എമൗണ്ട് ആയിരിക്കണം നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വളരെ ക്വിക്കായിട്ട് പ്രതികരിക്കേണ്ട ഒരു ഫണ്ടാണ്. നമ്മൾ വളരെ പെട്ടെന്ന് എൻട്രീസും വളരെ പെട്ടെന്ന് എക്സിറ്റ്സും ഒക്കെ എടുക്കേണ്ട സ്റ്റോക്കുകളെ ഹോൾഡ് ചെയ്യുന്ന ക്യാപിറ്റലാണ്, നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റലാണ് ആക്ച്വലി ഷോർട്ട് ടൈം ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഏതൊക്കെയാണ് ലോങ് ടൈം ഏതൊക്കെയാണ് ഷോർട്ട് ടൈം എന്ന് തരംതിരിക്കുക. ലോങ് ടൈം സ്റ്റോക്കുകൾ ഒരു കാരണവശാലും നമ്മൾ വിറ്റൊഴിവാക്കരുത്. ബട്ട് ഒരു കാര്യമുണ്ട്, ലോങ് ടൈം സ്റ്റോക്കുകളിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളും അതുപോലെ തന്നെ വലിയ വളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലായ നമ്മുടെ അനാലിസിസിൽ നിന്ന് വ്യക്തമായിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമേ ഉണ്ടാകൂ. ചെറിയ റിസ്ക് ഫാക്ടറുള്ള എന്നാൽ വലിയ കടമുള്ള കമ്പനികൾ അല്ലെങ്കിൽ വളരാൻ സാധ്യതയില്ല ഒരു കിട്ടി പോയ ടൈപ്പ് ഓഫ് സ്റ്റോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോങ് ടൈം പേഴ്സ്പെക്റ്റീവിൽ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത് ഒരു സ്വിംഗ് ട്രേഡിങ്ങിലോട്ട് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ കയ്യിലിരിക്കുന്ന മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് പോലെയുള്ള ക്വിക്കായിട്ട് ഗ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്നൊരു ബ്രേക്ക് ഔട്ടോ ഒരു സിംഗോ ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾക്ക് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിഗ് ഫാളിൽ പല സ്റ്റോക്കുകളും 50% 60% ഒക്കെ താഴത്തോട്ട് പോകും. അത് മുഴുവനും ലോസ് ആയിട്ട് മേടിച്ച് പോക്കറ്റിൽ വെക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഫാളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ വിലക്കുറവിന് കിട്ടുന്ന, നമ്മൾ വാങ്ങിയതിനേക്കാൾ വിലക്കുറവായിരിക്കും എന്തായാലും മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പോൾ 5%, 10%, 20% ഒക്കെ താഴെ വരാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള നല്ല സ്റ്റോക്കുകളെ കൂടുതലായി ആഡ് ചെയ്തുകൊണ്ട് അടുത്ത വളർച്ചയിൽ കൂടുതൽ പ്രോഫിറ്റ് എപ്പോഴും നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ലോങ് ടൈമിൽ നിങ്ങൾ SIP സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, സിസ്റ്റമാറ്റിക് ആയിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പല ആളുകളും ചോദിക്കുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട് എക്സിറ്റ് ചെയ്യണോ എന്നുള്ളത്. സോ ഇതെല്ലാം വെറുതെയുള്ള തോന്നലാണ്. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ലോങ് ടൈം മ്യൂച്വൽ ഫണ്ടുകളൊന്നും ഒരിക്കലും എക്സിറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സ്റ്റോക്കുകളും എക്സിറ്റ് ചെയ്യാൻ പാടില്ല. കാരണം വിലക്കുറവിന് കിട്ടുമ്പോൾ ഇത്തരത്തിലുള്ള ക്രാഷ് വരുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ച എമൗണ്ടിനെ ഡിഫറൻറ്റ്
സെഗ്മെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആയിട്ട് തിരിച്ച് പാർട്ട് ബൈ പാർട്ടായിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബോട്ടം ഏറ്റവും താഴെ എത്തിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നാൽ എവിടെയാണ് ഏറ്റവും വലിയ ലോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ സ്വിംഗ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഹൈ സ്ട്രക്ചർ ഉപയോഗിച്ചാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ക്യാപിറ്റലിനെ ഫ്രീ ആക്കി വെക്കുക, നിങ്ങൾ കൃത്യമായിട്ട് എക്സിറ്റ് ചെയ്യുക. ഇനി എപ്പോഴാണ് വീണ്ടും എൻട്രി ചെയ്യേണ്ടത്? ആ ലോവർ ലോ സ്ട്രക്ചർ താഴ്ത്തോട്ട് പോയി എപ്പോഴാണ് ആ സ്ട്രക്ചർ ബ്രേക്കായി ഒരു ഹൈ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ആകുന്നത് ചില സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ ചില സെക്ടേഴ്സിലും അതുപോലെ തന്നെ സ്റ്റോക്കുകളിലും വീണ്ടും റിവേഴ്സായി ഹൈ സ്ട്രക്ചർ ഫോം ആകുന്ന സമയത്ത് നമ്മുടെ സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിങ്ങിൻ്റെ ക്യാപിറ്റൽ വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ വീണ്ടും സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു റീസൺ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ ലോങ് ടൈം ആണോ അതോ സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആണോ എന്ന് കൃത്യമായിട്ട് തരംതിരിക്കുക. വളരെ പ്രശസ്തനായിട്ടുള്ള റിച്ച് ഡാഡ് പുവർ ഡാഡ് ബുക്ക് എഴുതിയ റോബർട്ട് കിയോസാക്കി കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതായിട്ട് നമ്മൾ കേട്ടു. നിങ്ങൾ നിങ്ങളുടെ സ്റ്റോക്കുകളെല്ലാം വിറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഗോൾഡിലും അതുപോലെ തന്നെ സിൽവറിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യും. US സ്റ്റോക്ക് മാർക്കറ്റ് 80% ക്രാഷാണ് വരാൻ പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ അത് അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവാണ്. അത് കേട്ടിട്ട് നമ്മൾ നമ്മുടെ എല്ലാ സ്റ്റോക്കുകളൊന്നും വിറ്റ് ഒഴിവാക്കാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് കുറേയെങ്കിലും ക്യാപിറ്റലൈസ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ നല്ല പ്രോഫിറ്റിലൊക്കെ പോയി ഇരുന്ന പല സ്റ്റോക്കുകളും 50%-നും 70%-നും ഒക്കെ മുകളിലുള്ള സ്റ്റോക്കുകളിൽ വേണമെങ്കിൽ നമുക്കൊരു 30% സേഫ് ആക്കി വയ്ക്കാം. കാരണം എന്തുകൊണ്ടാണ്? ഇൻ കേസ് അദ്ദേഹം പറഞ്ഞ പോലെ ഒരു വലിയ ക്രാഷ് എങ്ങാനും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ 30% അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്യാഷ് ആക്കി വെക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. US മാർക്കറ്റ് പോലെയല്ല ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. കണ്ടിന്യൂസ്ലി ഇന്ത്യൻ ഗവൺമെൻറ്, ഇന്ത്യൻ എന്ന് പറയുന്ന രാജ്യം കണ്ടിന്യൂസ്ലി 7% വളർച്ചാ നിരക്ക് കണ്ടിന്യൂസ്ലി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ വലിയൊരു ക്രാഷ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഓൾറെഡി 20,200 നിന്ന് ഏകദേശം 18,900 എന്ന് പറയുന്ന ഏകദേശം ഒരു 1,300 പോയിൻറ്റിൻ്റെ ക്രാഷ് നമ്മുടെ മാർക്കറ്റ് ഓൾറെഡി നേരിട്ട് കഴിഞ്ഞു. ഇനി ഫർദർ ആയിട്ടുള്ള ഡൗൺ സൈഡ്സ് ഒരു പക്ഷേ മാർക്കറ്റിൽ വന്നേക്കാം. മാർക്കറ്റ് എപ്പോൾ മുകളിൽ പോകും എപ്പോൾ താഴത്തോട്ട് പോകുമെന്ന് ആർക്കും തന്നെ പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ തരംതിരിക്കുക. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. എന്താണ്? നിങ്ങൾ എല്ലാ മാസവും ഒരു 5,000 രൂപയോ എല്ലാ മാസവും ഒരു 10,000 രൂപയോ കൃത്യമായിട്ട് ചില സ്റ്റോക്കുകളിൽ കൃത്യമായി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോനെ നിങ്ങൾക്ക് സെക്യൂർ ആക്കാം. ഇത് മാത്രമല്ല, ഇനിയും ഫുൾ ക്യാപിറ്റലിനെ നിങ്ങൾ സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ ഫിക്സഡ് റിട്ടേൺ കിട്ടുന്ന പല പ്ലാനുകളുമുണ്ട്, പല ഡെപ്റ്റ് ഫണ്ടുകളുമുണ്ട്. ഇത്തരത്തിലുള്ള ഫണ്ടുകളിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സോ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഫിക്സഡ് റിട്ടേൺ കിട്ടുന്ന പ്ലാനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ടീമായിട്ട് കണക്ട് ചെയ്തത് നിങ്ങളെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നല്ല മ്യൂച്വൽ ഫണ്ടുകളും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അതോ സ്വിംഗ് ട്രേഡിംഗ് ആണോ എന്ന്. അത് ഞാൻ നിങ്ങളെ ചാർട്ടിൽ കൂടി കാണിച്ചു തരാം. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കുകളും സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകളും എപ്പോൾ എൻ്റർ ചെയ്യണം, എപ്പോൾ എക്സിറ്റ് ചെയ്യണം, എപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളത് കൂടി ഞാൻ ഹൈ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ആയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ടൈം ട്രേഡർക്ക് ഈ ഒരു സ്വിംഗ് ലോന് താഴെ എപ്പോഴും എന്തായിട്ട് നോക്കാം? ഒരു ബിയറിഷ് വ്യൂവിലോട്ട് മാർക്കറ്റ് മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ എവിടെ മുതലാണ് ഒരു ലോവർ ലോ സ്ട്രക്ചർ മാർക്കറ്റിൽ ഉണ്ടായത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. ഈ ഹൈ മുതൽ മാർക്കറ്റിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ലോവർ ലോ സ്ട്രക്ചറിലാണ് മാർക്കറ്റ് പോകുന്നത്. ഒരു പക്ഷേ ഇനിയുള്ള മൂവ്മെൻറ്റ് ഇങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ആണെന്നല്ല, ഇങ്ങനെ ആകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷോർട്ട് ടൈം സ്വിംഗ് ട്രേഡ്സ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവർ ഷോർട്ട് ടൈം വാങ്ങിയ പല സ്റ്റോക്കുകളും നിഫ്റ്റി ഇത്തരത്തിലൊരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ സ്മോൾ ക്യാപ്പിലോട്ടും നിഫ്റ്റി സ്മോൾ ക്യാപ്പിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ CNX സ്മോൾ ക്യാപ്പ് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് 100 നോക്കുകയാണെങ്കിൽ അവിടെ നല്ല രീതിയിൽ ഈ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫൈൻ. അപ്പോൾ ഈ ലെവലിൻ്റെ താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പൊക്കെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഇപ്പോൾ മിഡ് ക്യാപ്പിലോട്ട് നോക്കിയാലും മിഡ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിലും ഇത് മിഡ് ക്യാപ്പാണ്.
നമ്മൾ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് കൂടി ഈ രീതിയിൽ പരിഗണിക്കുകയാണെങ്കിൽ ഓക്കെ, ഫിനാൻസ്, PSU മെറ്റൽ, ദെൻ 100, 200, 500 നോക്കണം നമ്മൾ, മിഡ് ക്യാപ്പ് 100. അതുപോലെ തന്നെ എല്ലാത്തിലും ഇതേ രീതി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. സ്മോൾ ക്യാപ്പ് 100 ഇവിടെ കിടക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഓരോന്നിലും വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യം, ഇപ്പോൾ ഇത് നിഫ്റ്റി 200 നോക്കുമ്പോൾ നമുക്ക് ഇതേ വ്യൂ തന്നെയാണ് എന്ത് നിഫ്റ്റിയിൽ കണ്ട അതേ രീതിയിലുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നതായിട്ട് മനസ്സിലാകും. അതുപോലെ തന്നെ CNX 500 നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. ഒരാളുടെയും ഹെൽപ്പ് നിങ്ങൾക്ക് ഇല്ലാത്ത രീതിയിൽ തന്നെ ഇതിന് താഴത്താണ് മാർക്കറ്റ്, ഒരു ബീറിഷ് മോഡിലാണ് എന്ന് റീഡ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഓരോ സ്റ്റോക്കിലും നിങ്ങൾ പരിശോധിച്ച് നോക്കുക. മാർക്കറ്റ് ലോവർ ലോ സ്ട്രക്ചറിലാണോ പോകുന്നത്, റീസെൻ്റ് ആയിട്ടുള്ള സിംഗ് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ, എവിടെയാണ് ഏറ്റവും ആദ്യം ബ്രേക്ക് ചെയ്ത സിംഗ് ലോ എവിടെയാണ്. നല്ലൊരു ട്രേഡർ ഇവിടെ തന്നെ ഈ ഒരു ലെവലിൽ തന്നെ എന്ത് ചെയ്യണം, അവരുടെ ഫസ്റ്റ് എക്സിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് തന്നെയാണ്. സോ ഇത് സെക്കൻഡ് ലോയാണ്. ഈ രീതിയിൽ ഇനി ലോവർ ലോ പോവുകയാണെങ്കിൽ ഇനി എപ്പോഴാണ് നമ്മൾ മാർക്കറ്റിൽ അടുത്ത എൻട്രി എടുക്കുക. ഈ രീതിയിൽ മാർക്കറ്റ് ഒരു പക്ഷേ വീണ്ടും താഴത്തോട്ട് പോവുകയാണ് എങ്കിൽ എവിടെയാണോ മാർക്കറ്റ് തീരുന്നത്, ഇപ്പോൾ ഇവിടെ നിന്ന് അവിടെ എത്തി, അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് നടത്തി അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ മാർക്കറ്റിൽ എന്ത് ചെയ്യുക, അടുത്ത ഹൈ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിന്നായിരിക്കാം മാർക്കറ്റ് എന്ത് ചെയ്യുക, അടുത്ത സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു സ്ട്രക്ചർ എപ്പോഴാണോ ക്രിയേറ്റ് ആവുന്നത് അപ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, അടുത്ത ഒരു എൻട്രി ചെയ്യാൻ പറ്റുക. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രോപ്പർ അപ്പ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ പുതിയ സ്വിംഗ് ട്രേഡിംഗ് എൻട്രീസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാൻ തന്നെ പാടുള്ളൂ. നിഫ്റ്റി 500, നിഫ്റ്റി 200, നിഫ്റ്റി 50 തുടങ്ങിയ എല്ലാ ഇൻഡെക്സുകളിലും ഒരു ഹൈ സ്ട്രക്ചർ ക്രിയേറ്റ് ആകുന്നെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പുതിയ ട്രേഡ്സിലോട്ട് നിങ്ങൾ പോവുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വിംഗ് ട്രേഡുകളെ കൃത്യമായിട്ട് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല, കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചാർട്ടൊക്കെ അനാലിസിസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ മാർക്കറ്റ് പ്രൊഫൈൽ, ഓർഡർ ഫ്ലോ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ഫ്ലോയും മാർക്കറ്റ് പ്രൊഫൈലും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ട്രേഡ് ടോക്സ് ടീമുമായിട്ട് കണക്ട് ചെയ്യുക. ട്രേഡ് ടോക്സിൻ്റെ നെക്സ്റ്റ് ഓൺലൈൻ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.